ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതാ നമ്മുടെ ജാസ്മിൻ്റെ സെർബിയൻ ഇമ്പോർട്ട് ഗേൾ ജാസ്മിൻ്റെ KC സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ KC സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ട് ഡോഗിൻ്റെ KC സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് ഡോഗ് പ്രേമികളായിട്ടുള്ള ആൾക്കാർക്ക് KC സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും, കുറച്ചറിയുന്ന ആൾക്കാരുണ്ടാവും. ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യം. KC സർട്ടിഫിക്കറ്റുള്ള ഡോഗ്സിനെ നമ്മൾ വാങ്ങുമ്പോൾ പറയും സർട്ടിഫിക്കറ്റുള്ള ഡോഗ്സ് അല്ലേ എന്ന് ചോദിക്കും. എന്നാൽ ഇത് ഇമ്പോർട്ട് ഡോഗിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത്, KC. അപ്പോൾ KC എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ KC എന്താണെന്ന് അറിയാം, പക്ഷേ ഇതെങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം അറിയില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇമ്പോർട്ട് ഡോഗിൻ്റെ പല ആൾക്കാർക്കുള്ളൊരു പ്രശ്നമുണ്ട്. ഇമ്പോർട്ട് ഡോഗിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം, പല ടെൻഷനുണ്ടാവും ആൾക്കാർക്ക്. ഞാനൊരു ഡോഗിന് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു, വലിയ പൈസ കൊടുത്ത് 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഡോഗിന് ഇമ്പോർട്ട് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ പരക്കം പായുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഒരു റിസ്ക് എടുത്തിരുന്നു ഈ ഒരു കാര്യത്തിൽ. ഞാനൊരു ഡോഗിനെ ഇമ്പോർട്ട് ചെയ്തു. അത് ഒരു ഫീമെയിൽ ബോർഡർ കോലി ജാസ്മിൻ സെർബിയയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു റിസ്ക് ആയിട്ട് എടുത്തിരുന്നു. അപ്പം പല ആൾക്കാർക്കും പേടിയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു പേടി മാറ്റാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ റിസ്ക് ആയിട്ട് എടുത്തത്. ഇപ്പം എൻ്റെ കയ്യിൽ ജാസ്മിൻ്റെ KC സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയാം. അതായത് ജാസ്മിൻ നമുക്ക് ഒരു ഡോഗിനെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും ഞാൻ പറയാം. അപ്പോൾ ഒരു കാര്യം മാത്രം നമ്മുടെ കയ്യിലല്ല, അതായത് ഡോഗിനെ ഇവിടെ എത്തിക്കുക എന്നുള്ള കാര്യം നമ്മുടെ കയ്യിലല്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഡോഗിനെ എത്തിക്കുക എന്നുള്ള ട്രാൻസ്പോർട്ടർ, അത് അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് അതിനെക്കുറിച്ചുള്ള വലിയ ഐഡിയ ഇല്ല. ബാക്കി കാര്യങ്ങൾ നമുക്ക്, ബാക്കി ട്രാൻസ്പോർട്ടേഷൻ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യം നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ നടത്താൻ പറ്റും. ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ ഹിന്ദിയിലും ഒരു വീഡിയോ പറയുന്ന ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ പല ആൾക്കാരും എൻ്റെ ചാനലൊക്കെ ഫോളോ ചെയ്യുന്ന പല ആൾക്കാരും ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഹിന്ദിയിൽ പറ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് കാര്യം, നമ്മൾ ജാസ്മിനെ നമ്മളൊരു ഡോഗിനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിന്നെ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നമുക്ക് ഇമ്പോർട്ട് ഡോഗിൻ്റെ KCക്ക് വേണ്ടി എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നമ്മൾ കെന്നൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യയിലേക്ക് സമർപ്പിക്കേണ്ടതെന്നുള്ള കാര്യം ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർക്കാണ്, ഡോഗിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. അതായത് ഡോഗ് ഷോയ്ക്കൊക്കെ പങ്കെടുക്കാനും പിന്നെ ഒരു ഡോഗിന് KC സർട്ടിഫിക്കറ്റ് എന്താണെന്നൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ. KC സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നുമില്ല. കെന്നൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ ഡോഗിൻ്റെ പേരിൽ ഒരു ബയോഡാറ്റ നൽകുന്നുണ്ട്. അതായത് ഇതിൻ്റെ ജനറേഷൻസ് ഷോ ചെയ്യും, പിന്നെ അതുപോലെ ഇതിൻ്റെ ഓണർ ആരാണ്, പിന്നെ ഇതിൻ്റെ ഒരു മൈക്രോ ചിപ്പും കൂടെ കിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ. ആ മൈക്രോ ചിപ്പ് നമ്പർ ഉണ്ടാവും ഓരോ ഡോഗിനും. അതുപോലെ KC നമ്പർ ഉണ്ടാവും ഡോഗിന്, മൈക്രോ ചിപ്പ് നമ്പർ ഉണ്ടാവും. പിന്നെ ഈ ബ്രീഡർ ആരാന്ന് അറിയാൻ പറ്റും. അതുപോലെ ഒരു 4 ജനറേഷൻ, ഒന്ന് ഈ ഫാദർ മദർ, പിന്നെ അതിൻ്റെ ഗ്രാൻഡ് ഫാദർ, അതിൻ്റെ ഗ്രാൻഡ് ഫാദർ മദർ, അങ്ങനെ ഒരു 3 ജനറേഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 4 3 ജനറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത്, ഇതിൻ്റെ ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ ഇമ്പോർട്ടാണെങ്കിൽ ഇമ്പോർട്ടിന്ന് ആദ്യമൊക്കെ ഇമ്പോർട്ടിന്ന് എഴുതി വരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല, കളർ മാറിയെന്ന് തോന്നുന്നു. കാരണം നോർമൽ KC സർട്ടിഫിക്കറ്റ് ബ്രീഡ് ഇൻ ഇന്ത്യൻ്റെ പച്ച കളറിലുള്ള പേപ്പറിലാണല്ലോ, ഇത് ചുവന്ന കളറിലുള്ള. എനിക്ക് വന്നത് അതുകൊണ്ടായിരിക്കാം ഇമ്പോർട്ടെന്ന് എഴുതാതെ വന്നിരിക്കുന്നത്. സീലുണ്ട്, പക്ഷേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഡോഗിൻ്റെ ബയോഡാറ്റ എന്ന് തന്നെ പറയാം. നമ്മൾ ഈ മൈക്രോ ചിപ്പ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള നമ്പറും മൈക്രോ ചിപ്പ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡോഗ് മിസ്സാവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡോഗിൻ്റെ ശരീരത്തിൽ ഈ മൈക്രോ ചിപ്പ് ഇഞ്ചക്ട് ചെയ്യും. ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന മൈക്രോ ചിപ്പ് ഒരു സിറിഞ്ച് പോലത്തെ സിറിഞ്ച് വരും, ഒരു വണ്ണമുള്ള നീഡിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഇഞ്ചക്ട് ചെയ്യും അതിൻ്റെ കഴുത്തിനോ, ഇതിന് ഏതെങ്കിലും കെന്നൽ ക്ലബ്ബിലോ അല്ലെങ്കിൽ ഡോക്ടറിനെ, നല്ലൊരു അറിവുള്ള ഡോക്ടറിനെ കൊണ്ടുവച്ച് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മളെ ഡോഗ് മിസ്സായി, ഈ ഹസ്കികളെ പോലത്തെ ഡോഗൊക്കെ മുങ്ങൽ വിദഗ്ധന്മാരാണ്. അപ്പോൾ നല്ല ക്യൂട്ട് ഡോഗ് ആരുമായിട്ട് പരിചയപ്പെടും. അപ്പോൾ അതിനെ ആരെങ്കിലും പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ടുണ്ട് നമ്മളെ ഡോഗാന്നുള്ള കാര്യം. പക്ഷെ അവർ തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡോഗാന്ന് ഉറപ്പാണെങ്കിൽ ഉറപ്പായിട്ട് ആ ഡോഗിനെ നമുക്ക് തിരിച്ച് കിട്ടും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മൈക്രോ ചിപ്പ് നിങ്ങളുടെ കയ്യിലുള്ള KC പേപ്പറുമായിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോഗാന്ന് പ്രൂവ് ചെയ്യപ്പെടും, നിങ്ങൾക്ക് തരേണ്ടിയും വരും. അപ്പോൾ ഈ ഒരു കാര്യം
ആണ് ശരിക്കും പറഞ്ഞാൽ KC പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ്. അതുകൂടാതെ നമുക്ക് പ്യുവർ ബ്രീഡാന്ന് ഏകദേശം KC പേപ്പറിൽ മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ അതുപോലെ പല സ്ഥലത്തും KC പേപ്പറൊക്കെ ഹാൻഡ് ഓവർ പൈസക്ക് KC പേപ്പർ വരെ കൊടുക്കുന്നുണ്ട്. കാരണം പല ആൾക്കാരും ഈ പപ്പീസിനൊക്കെ വാങ്ങിയിട്ട് KC വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങുകയും ചെയ്യും. ലാസ്റ്റ് ബ്രീഡറിൻ്റെ അടുത്ത് നിന്ന് KC പേപ്പർ വാങ്ങില്ല. അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പം നമുക്ക് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന ഡോഗിൻ്റെ സ്റ്റാർട്ടിങ് പോലെ നമുക്ക് പറയാം എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുക, അതുപോലെ എന്തൊക്കെ പേപ്പറാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ബ്രീഡർ, നമുക്ക് ഡോഗിൻ്റെ ബ്രീഡിനെ നമുക്ക് ഇഷ്ടപ്പെട്ട് ആ ബ്രീഡിനെ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോഗിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്നാൽ പൈസ മുടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ലീനേജും കാര്യങ്ങളൊക്കെ നോക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഡോഗ്സിന് അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഇത്ര പൈസ മുടക്കിയിട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. പരമാവധി പപ്പീസിനെ തന്നെ എടുക്കുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഒരു ഷോ ഡോഗിൻ്റെ പപ്പീനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിൽ നല്ലൊരു പപ്പീനെ നോക്കി എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഈ അഡൾട്ട് ഡോഗിനൊക്കെ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ എന്തെങ്കിലും ഡിഫക്റ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അഡൾട്ട് ഡോഗിന് അവർ കൊടുക്കുന്നുണ്ടാവുക. അവർക്ക് അതിനെക്കൊണ്ട് ഉപയോഗമില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അഡൾട്ട് ഡോഗിനൊക്കെ ഓരോരുത്തർ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ക്വാളിറ്റി വേണമെന്നില്ല. നമ്മളെ ഷോ ക്വാളിറ്റി പപ്പീസ് എടുക്കുമ്പോൾ അതിന് അഡൽട്ട് ഡോഗിൽ ചിലപ്പോൾ ആ ക്വാളിറ്റി കിട്ടണമെന്നില്ല. കാരണം നല്ല നല്ല ഡോഗ്സിനെ ഒക്കെ അവർ വെക്കും, നല്ല പപ്പീസിനൊക്കെ. അപ്പോൾ അഡൾട്ടായി കഴിയുമ്പോൾ അതിനെക്കൊണ്ട് ശരിയാവില്ല, ഇനി ഫ്യൂച്ചറിൽ ഇതിനെക്കൊണ്ട് ഗുണമില്ലാന്ന് തോന്നുമ്പോൾ അവർ ചിലപ്പോൾ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇത്ര വളർത്തിയിട്ട് അഡൾട്ടിനെ ഒഴിവാക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ പരമാവധി ഒരു 3 മാസമാകുമ്പോൾ ബുക്ക് ചെയ്യുക. 3-4 മാസമാകുമ്പോൾ നമുക്ക് ഏകദേശം പപ്പിയുടെ ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഇന്ന പപ്പി വേണമെന്നിട്ട് ബുക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ പക്ഷേ ബ്രീഡർ ജെന്യൂൻ ആണോ എന്നുള്ള കാര്യം ആദ്യം നോക്കണം. നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ബ്രീഡർ ജെന്യൂൻ ആണോ എന്നുള്ള കാര്യം ഉറപ്പായിട്ട് നോക്കിയിരിക്കണം. അല്ലെങ്കിൽ പണി വാളും. നമുക്ക് യൂറോപ്യൻ കൺട്രികളിൽ നല്ല ജെന്യൂൻ ആയിട്ടുള്ള ബ്രീഡർമാരുണ്ടാവും. അപ്പോൾ എൻ്റെ ഡോഗ് ബോർഡർ കോലിയാണ്. ഇപ്പോൾ എനിക്ക് ജെന്യൂനാന്ന് തോന്നി കുറേ കാലം സെർച്ച് ചെയ്തിട്ട് ജെന്യൂനാന്ന് തോന്നിയ ഒരു ബ്രീഡറിനെ അവർ കോൺടാക്ട് ചെയ്ത് അങ്ങനെ പപ്പീനെ ബുക്ക് ചെയ്തു. പിന്നെ ട്രാൻസ്പോർട്ടറുമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയാണ്. ട്രാൻസ്പോർട്ടറിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടറുമായിട്ട് ബന്ധപ്പെടുക. ട്രാൻസ്പോർട്ടർ ഓക്കെ ഏറ്റു കഴിഞ്ഞാൽ പല ആൾക്കാരും കേൾക്കും, പക്ഷേ നമുക്ക് ടൈമിന് ഡെലിവറി ചെയ്യാൻ പറ്റില്ല ട്രാൻസ്പോർട്ടർമാർ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഏത് ട്രാൻസ്പോർട്ടറാണ് ഡെലിവറി ചെയ്യുക അത് നോക്കിയിട്ട് നമ്മൾ അത്തരം ട്രാൻസ്പോർട്ടറിനെ മാത്രം നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് പണി കിട്ടും, ലേറ്റായി പോകും, ഡിലേ ആയി പോകും. അപ്പോൾ നമ്മൾ നല്ലൊരു ട്രാൻസ്പോർട്ടറിനെ കാണുന്നു. നെക്സ്റ്റ് പ്രൊസീജിയർ ട്രാൻസ്പോർട്ടർ കയ്യിലാണ്. അവർ നമുക്ക് ഈ ഡോഗിനെ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിക്കും. ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പരിപാടി കഴിഞ്ഞു. നമുക്ക് പപ്പീനെ കൈ കിട്ടി. അപ്പോൾ ആ പപ്പീനെ കൈ കിട്ടിയ പിന്നെ അടുത്തത് വേണ്ട നമുക്ക് ഈ പറഞ്ഞാലേ എക്സ്പോർട്ട് പെഡിഗ്രി എന്ന് പറഞ്ഞ സംഭവം വേണം. അത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന പേപ്പർ എക്സ്പോർട്ട് പെഡിഗ്രിയാണ്. അതായത് നമുക്ക് ബ്രീഡർ അവിടെ നിന്ന് അയച്ചു തരുന്ന സംഭവമാണ് എക്സ്പോർട്ട് പെഡിഗ്രി. അവർ അയച്ചു തരണം ഈ പെഡിഗ്രി. ഈ എക്സ്പോർട്ട് പെഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ ഡോഗിൻ്റെ KC സർട്ടിഫിക്കറ്റിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ KC ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡോഗിനെ ഷോയിലൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ. KC സർട്ടിഫിക്കറ്റ് വേണം ഷോയിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് പെഡിഗ്രി ഇങ്ങനെയുള്ള പേപ്പറാണ്. ഇത് സെർബിയ എന്നുള്ള എക്സ്പോർട്ട് പെഡിഗ്രിയാണ്. അപ്പോൾ അതത് രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് പെഡിഗ്രി കിട്ടും. FCA പെഡിഗ്രിയും കിട്ടും. അങ്ങനെ പെഡിഗ്രീസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പെഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്പോർട്ട് പെഡിഗ്രിയുടെ ഒറിജിനൽ കോപ്പി വേണം. പിന്നെ വേണ്ടത് ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കണം. പിന്നെ ഒരു ചിപ്പ് ഡിറ്റക്റ്റ് ചെയ്തു എന്നുള്ള ഇൻസ്പെക്ട് ചെയ്തു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണം. അതൊരു കെന്നൽ ക്ലബിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവിൻ്റെ ആണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു FCI ജഡ്ജ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇൻസ്പെക്ട് ചെയ്യിപ്പിച്ചാലും മതി. അപ്പോൾ എനിക്ക് ഇവിടെ പ്രശ്നം പറ്റിയ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോഴിക്കോട് കെന്നൽ ക്ലബ്ബിൽ വിളിച്ചു ചോദിച്ചായിരുന്നു എൻ്റെ ഡോഗിനെ ഇൻസ്പെക്ട് ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ള കാര്യം. അവർ പറഞ്ഞു അവർ ചെയ്യുമ്പോൾ അവർ മുഖാന്തരം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ത്രൂ നമ്മൾ അയക്കുള്ളൂ, അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് അയക്കുന്നത് നമ്മൾ ചെയ്തു തരില്ല. കേവലം ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് തരേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ ചാർജ് മേടിച്ചാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. നമുക്ക് നേരിട്ട് അയക്കാൻ പറ്റും. എന്നിട്ട് അവർ പറയുന്നത് വെച്ചാൽ കുറേ ഡോക്യുമെൻറ്റ്സ് കെന്നൽ ക്ലബ്ബ് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് കൂടാതെ വേറെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സും വേണമെന്ന് പറഞ്ഞു. ഡോഗ് ലാൻഡ് ചെയ്ത ഡോക്യുമെൻറ്റ്, അതുപോലെ മെഡിക്കൽ ഡോക്യുമെൻറ്റ്, അങ്ങനെ ഇങ്ങനെ ഒരു 2-3 ഡോക്യുമെൻറ്റ് എക്സ്ട്രാ പറഞ്ഞു തന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനതിൻ്റെ റിസ്ക് ഏറ്റെടുക്കാം, നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും ചോദിച്ചു. ചിപ്പ് റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുമോ ചോദിച്ചു. അവർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് പരിചയമുള്ളൊരു എൻ്റെ അൺനോൺ പെഡിഗ്രിയിൽ നമ്മളെ ചാമ്പ്യൻ ഹീറോയെ
ഇൻസ്പെക്ട് ചെയ്ത ജഡ്ജിനെ പോയി കണ്ടു. ഈ ഡോഗിനെയും കൊണ്ട് പോയി ചിപ്പ് വെരിഫിക്കേഷൻ ചെയ്ത്. അപ്പോൾ ചിപ്പ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പോർട്ട് പെഡിഗ്രിയുടെ ഒറിജിനൽ, പിന്നെ സിംഗിൾ ഡോഗ് രജിസ്ട്രേഷൻ ഫോം ഫോർ ഇമ്പോർട്ട്, ആ സിംഗിൾ ഡോഗ് രജിസ്ട്രേഷൻ ഫോമിൻ്റെ വേക്ക് തന്നെയാണ് അവർ ചിപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് തരിക. കൂടാതെ ഒരു അഫിഡവിറ്റ് നമ്മൾ നോട്ടറി വക്കീലിനെ കൊണ്ട് ഉണ്ടാക്കുക. അതായത് ഇങ്ങനെ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് നമ്മൾ കെന്ന ക്ലബ്ബിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ആ ഫോർമാറ്റിൽ ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഡിമാൻഡ് ഡ്രാഫ്റ്റ്, പിന്നെ എക്സ്പോർട്ട് പെഡിഗ്രിയുടെ ഒറിജിനൽ, പിന്നെ ചിപ്പ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ സിംഗിൾ രജിസ്ട്രേഷൻ ഫോം, ഇത്ര കാര്യങ്ങളെ ആവശ്യമുള്ളൂ. വെറുതെ പല കാര്യങ്ങളും അത് വേണം ഇത് വേണം എന്നൊക്കെ ഈ കെന്ന ക്ലബ്ബുകാർ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. എൻ്റെ ഈ കാണുന്ന ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഇത്ര ഡോക്യുമെൻ്റ്. അതായത് നമ്മൾ കെന്ന ക്ലബ്ബിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ നമുക്ക് അയച്ചു തരുന്ന ഏതൊക്കെ വേണമെന്ന് അയച്ചു തരുന്ന ഡോക്യുമെൻ്റ് വേണമെന്ന് അയച്ചു തന്നിട്ടുണ്ട്. ആ ഡോക്യുമെൻ്റ് മാത്രം നമ്മൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇത്ര ഡിലേ ആക്കണം. ഇതിപ്പോൾ ഒരു 11 ദിവസം കൊണ്ട് എനിക്ക് ഈ സംഭവം എൻ്റെ കൈ കിട്ടിയിരിക്കുന്നത്. 11 ഞാൻ അയച്ചിട്ട് ഇവിടെ അവിടെ റിസീവായി, ഞാൻ ഇവിടുന്ന് അയച്ചു കൊടുത്തിട്ട് അവിടെ റിസീവായിട്ട് 11 ദിവസം കൊണ്ട് എൻ്റെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടി. അതായത് കെന്ന ക്ലബ്ബിൽ നിന്ന് ഒരു ഇമെയിൽ സെർബിയൻ ക്ലബ്ബിലേക്ക്, എവിടെ നിന്നാണ് ഈ എക്സ്പോർട്ട് പെഡിഗ്രി ഇഷ്യൂ ചെയ്തിട്ടില്ല അതിലേക്ക് അവരയക്കും. അതിൻ്റെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ കേസ് ചെയ്തിട്ട് നമുക്ക് തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമുക്ക് പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ കെന്ന ക്ലബ്ബുകളിലൊക്കെ പല ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളായിട്ട് അത്ര കോപ്പറേറ്റീവ് ആയിരിക്കില്ല, നമ്മളോട് അത്ര കോപ്പറേറ്റ് ചെയ്യില്ല. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല. അവർക്ക് വില കൊടുക്കാത്തതുകൊണ്ടാണോ അതെന്താണെന്ന് അറിയില്ല. വില കൊടുക്കാത്തതല്ലല്ലോ, നമ്മുടെ ഡോഗിന് 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ ഡോഗിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവർ പറയുന്ന പോലെയാണോ കെന്ന ക്ലബ്ബ് പറയുന്ന പോലെയാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് കെന്ന ക്ലബ്ബ് എന്താണ് പറയുന്നത്, എന്ത് ഡോക്യുമെൻ്റാണ് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല അതല്ലേ കൊടുക്കണ്ടേ? അപ്പോൾ അതാണ് തീരുമാനിച്ചത്. ഞാൻ തീരുമാനിച്ചു എന്നാൽ പിന്നെ ഓക്കെ, കെന്ന ക്ലബ്ബ് പറഞ്ഞ ഡോക്യുമെൻ്റ് ഒന്ന് കൊടുത്തിട്ട് നോക്കാം. ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തു. ഞാൻ അയച്ചു കൊടുത്തു. എനിക്ക് 11 ദിവസം കൊണ്ട് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടി. എനിക്ക് ഇനിയിപ്പം ജാസ്മിനെ ഷോയ്ക്കൊക്കെ പങ്കെടുപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇത് വലിയ ആന കയറാമലയോ ബാലി കയറാമലയോ ഒന്നുമല്ല. ഇവിടെ പല ആൾക്കാർ കോപ്പറേറ്റീവ് അല്ലാതെ നമ്മളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ അപ്പോൾ KCയുടെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായാണ്. കെന്ന ക്ലബ്ബ് ഓഫ് ഇന്ത്യ ഡോഗിൻ്റെ പേരിൽ ബയോഡാറ്റ നൽകുന്നതാണ്. ഈ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡോഗ് ഷോയ്ക്കൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ബ്രീഡിംഗ് ഇന്ത്യ ആണെങ്കിൽ ബ്രീഡിംഗ് ഇന്ത്യ ഡോഗ്സിനും ഈ പപ്പിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഫാദർ മദറിൻ്റെ ഒരാൾ തന്നെയാണ് ബ്രീഡറെങ്കിൽ ഫാദർ മദറും ഒരാൾ ബ്രീഡറാണെങ്കിൽ ഒന്നുമില്ല. ഈ ഡോഗിൻ്റെ നമ്മുടെ കയ്യിൽ കെന്നൽ ഗസറ്റ് എന്ന് പറയുന്ന സംഭവം അപ്പം ഇന്ത്യൻ കെന്നൽ ഗസറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ ഇന്ത്യൻ കെന്നൽ ഗസറ്റ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഡോഗ് ഷോയിലൊക്കെ പങ്കെടുക്കണമെങ്കിലും ഇതിൻ്റെയൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. നമ്മളോട് പല ആൾക്കാരും പറയുന്ന കാരണം അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. എന്തായാലും എനിക്കെന്തായാലും KCI സർട്ടിഫിക്കറ്റ് കെന്ന ക്ലബ്ബ് തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വലിയ തെളിവൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെൻ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എക്സ്പോർട്ട് പെഡിഗ്രിയുടെ ഒറിജിനൽ, പിന്നെ ചിപ്പ് വെരിഫിക്കേഷൻ ചെയ്തു എന്നുള്ളത് ഒരു FC ജഡ്ജോ അല്ലെങ്കിൽ കെന്ന ക്ലബിൻ്റെ റെപ്രസെൻറ്റേറ്റീവോ, നിങ്ങൾക്ക് പരിചയമുള്ള കെന്ന ക്ലബ്ബിലെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ ഒരു സിംഗിൾ ഡോഗ് രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുക. പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് 2500 രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഇത് ഇമ്പോർട്ട് പെഡിഗ്രിയുടെ കാര്യമാണ്, ഇമ്പോർട്ടിൻ്റെ ഡോഗിൻ്റെയാണ്. പിന്നെ നോർമൽ ബ്രീഡിംഗ് ഇന്ത്യ ഡോഗ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിന് പൈസ കുറവേ ഉള്ളൂ. ഇതിന് 2500 രൂപയാണ്. അതിന് 1000 രൂപ അത്ര അങ്ങനെ ഉള്ളൂ തോന്നുന്നു നോർമലിനാണെങ്കിൽ. പപ്പീസിനൊക്കെ ആണെങ്കിൽ അത്ര പൈസ ഒന്നുമില്ല. പപ്പീസൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ഫോം പൂരിപ്പിച്ചിട്ട് അയച്ചു കൊടുക്കണം കെന്ന ക്ലബിലേക്ക്. അപ്പോൾ സ്റ്റഡ് ഡോഗ് മെയിൽ ഡോഗ് വേറെ ആൾക്കാരാണെങ്കിൽ അവിടുത്തെ സ്റ്റഡ് ഫോമും വേണം. പിന്നെ അതുപോലെ നമ്മുടെ ഫീമെയിലിൻ്റെ സർട്ടിഫിക്കറ്റും മറ്റേ KCI സർട്ടിഫിക്കറ്റും കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇപ്പോൾ ചാമ്പ്യനൊക്കെ നമ്മൾ ഡോഗ് ചാമ്പ്യനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പുറകിൽ ചാമ്പ്യൻ മെൻഷൻ ചെയ്യും.
ടൈറ്റിൽ കംപ്ലീറ്റ് ആയി എന്നുള്ള മെൻഷൻ ചെയ്യും. ഇവിടെ ഇത് അയച്ചു കൊടുക്കണം. ഇതിൻ്റെ കൂടുതൽ ചാമ്പ്യൻ 4 CC സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ വിജയിച്ചു. നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡോഗ് പ്രേമികളൊക്കെയാണ് പറയുന്നത്, അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവില്ല, ബോറിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഡോഗ്സിൻ്റെ ഒക്കെ ബോർഡർ കോലിയുടെ ലിറ്ററൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഹസ്കി ഉണ്ട് നമ്മുടെ അടുത്ത്, ഹസ്കിയുടെയും പപ്പീസൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഡോബർമാൻ പിന്നെ അധികം ഞാൻ ചെയ്യാറില്ല. കാരണം ചെറിയ പൈസക്ക് ആൾക്കാർ കൊണ്ടുപോയിട്ട് ഡോഗിനെ തെരുവിലൊക്കെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഡോബർമാനൊക്കെ നല്ല യൂറോപ്യൻ ഡോബർമാനൊക്കെയാണ് 10-40 ഉറുപ്പ്യക്കൊക്കെ ഉള്ള ആൾക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ മര്യാദ നോക്കും. അപ്പോൾ കുറച്ച് പൈസക്ക് വാല്യൂ വിചാരിക്കുന്ന ആൾക്കാർ നോക്കും. അല്ലാത്തവർ കൊണ്ടുപോയിട്ട് ഡോഗിനെ പിന്നെ തെരുവിൽ ഉപേക്ഷിക്കും. അതിന് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരിക്കലും ഡോഗിനെ കൊണ്ടുപോയിട്ട് പപ്പീസിനൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് വളർത്താൻ പാടുള്ളൂ. അതായത് അതിൻ്റെ ജീവിതകാലം മൊത്തം വളർത്താൻ പറ്റുമെങ്കിൽ മാത്രം. ഇപ്പോൾ ബോർഡർ കോലി പപ്പീസിൻ്റെ ഒരു ലിറ്റർ നമുക്ക് ഇറങ്ങാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്കൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇമ്പോർട്ട് രജിസ്ട്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ KC സർട്ടിഫിക്കറ്റ് എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും, കമൻറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇൻബോക്സിൽ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി, ഞാൻ മറുപടി ചെയ്യുന്നതായിരിക്കും. ഇതൊന്നും ഒരു ആന കയറാൻ മലയോ ബാലി കയറാൻ മലയോ ഒന്നുമല്ല. എല്ലാം ശരിയാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.